നമസ്കാരം, ഏവർക്കും ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ, ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മെറ്റേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അതെല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മെറ്റേണിറ്റി, മാതൃത്വം അല്ലേ, അതിനകത്ത് മെയിൻ കഥാപാത്രമാണ് മിഖാലി എന്ന് പറയുന്ന ആൾ. മിഖാലിയുടെ തോളത്ത് ഒരു കുഞ്ഞുമുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കടുത്ത ദാരിദ്ര്യം മൂലം മിഖാലി ഒരു സ്ഥലത്തു നിന്ന് അല്ലെ, ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് പോകുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. മിഖാലിക്ക് ആ കുഞ്ഞിന് അല്പം പോലും അല്ലെ ഭക്ഷണം നൽകാനോ അല്ലെങ്കിൽ മിഖാലിക്ക് ഫുഡ് കഴിക്കാനോ അല്ലെ ഭക്ഷണം കണ്ടെത്താനോ സാധിക്കുന്നില്ല എന്നുകൂടി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി അതിന്റെ ഭാഗ്യഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ടെക്സ്റ്റിലേക്ക് നോക്കാം. The woman gave vent to various cries of horror. The child had no longer anything human about it. The head had become enormous and the body of an incredible thinness was all shriveled up. As until then it had sucked only its thumb. It was all swollen. It was dreadful to see. Mikhali himself drew back in fright. അപ്പോൾ മിഖാലി നമ്മൾ നേരത്തെ പറയായിരുന്നു, ഒരു ഒരു ടെന്റ് അടുത്തേക്ക് നടന്നു നീങ്ങിയിട്ട് അവിടെ ഒരു അമ്മയെ കണ്ടു അല്ലെ. മുലയൂട്ടുന്ന ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സ്ത്രീക്ക് മിഖാലി എന്റെ കുഞ്ഞിനും കൂടി അല്പം പാല് നൽകാമോ എന്ന് മിഖാലി ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു ആ സ്ത്രീ അല്ലെ. അത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ ആ സ്ത്രീ അവിടെ അന്വേഷിച്ചിരുന്നു. അതിനുശേഷം ആ ഒരു കുഞ്ഞിനെ അല്ലെ ആ പൊതിയിൽ നിന്ന് മാറ്റി അല്ലെ, തോളത്തെ ഒരു പൊതിയിലാണ് വെച്ചിരുന്നത് അല്ലെ. ആ ഒരു പൊതിഞ്ഞ തുണിയിൽ നിന്ന് മാറ്റി അവരെ കാണിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ കുഞ്ഞിന്റെ ശരീരത്തെ പറ്റി ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട് അല്ലെ. തലയെല്ലാം വലിയ ഇനോറമസ് ആയിട്ടുള്ള വലിയ തലയാണ്. പക്ഷെ ശരീരം മൊത്തം ചുക്കിച്ചുണങ്ങിയ ഒരു രീതിയായിരുന്നു എന്നിവിടെ പറയുന്നുണ്ട്. ആ കുഞ്ഞ് ആ ദിവസം മുഴുവനും ആ കുഞ്ഞിന്റെ തള്ളവെല്ല് നുണഞ്ഞുകൊണ്ടായിരുന്നു ആ കുഞ്ഞ് ഇരുന്നേന്ന് പറഞ്ഞു. അങ്ങനെ ആ തള്ളവെല്ല് എന്ത് സംഭവിച്ചു? അത് വീങ്ങാനും തുടങ്ങി എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. It was dreadful to see. Mikhali himself drew back in fright. അന്നേരമാണ് മിഖാലി ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് അല്ലെ, കുഞ്ഞിനെ കാണുന്നത്. കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ മിഖാലി തന്നെ പേടിച്ചു പോയി. മിഖാലി പേടിച്ച് ബാക്കിലോട്ട് നീങ്ങുകയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. All of them together chased him away, threatening. His eyes filled with tears. He went off, bearing the little child still wailing in its hunger. അപ്പോൾ കണ്ടിരുന്ന ജനങ്ങൾ മൊത്തം മിഖാലിയെ അവിടെ നിന്ന് ആട്ടി പായിക്കുകയാണ് വീണ്ടും ചെയ്തത്. അദ്ദേഹം മിഖാലി അവിടെ നിന്ന് പൊക്കോളാൻ എല്ലാ ആളുകളും അവിടെ നിന്ന് നിർദ്ദേശിക്കുകയാണ്. മിഖാലി ഒരു വിഷമത്തോടെ ആ കുഞ്ഞിനെ എടുത്ത് വീണ്ടും തോളത്തിട്ട് അല്ലെ ഉറക്കെ കരയുന്ന ആ കുഞ്ഞിനെയും കൊണ്ട് മിഖാലി വീണ്ടും അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. There was nothing to be done. The child was condemned to die of hunger. Mikhali felt himself immensely alone and lost. അപ്പോൾ കൂടുതലായിട്ട് മിഖാലിക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിവിടെ പറയുന്നുണ്ട്. മിഖാലി വിചാരിച്ചു ആ കുഞ്ഞ് മരണപ്പെടും അല്ലെ, പട്ടിണി മൂലമായിരിക്കും ആ കുഞ്ഞിവിടെ മരണപ്പെടുക എന്ന് മിഖാലി ചിന്തിക്കുകയാണ്. മിഖാലി felt himself immensely alone and lost. മിഖാലിക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലെ. മിഖാലി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് അവിടെ കാണപ്പെടുന്നത്. A chill ran up his spine at the thought that he was carrying such an unlucky child. He slumped down in the shadow of a shed. It was still very warm. അപ്പോൾ മിഖാലി വിചാരിച്ചു അല്ലെ, എത്ര ഭാഗ്യം കെട്ട ഒരു കുട്ടിയാണ് ഞാൻ എന്റെ തോളത്തെ എന്തി ഞാൻ നടക്കുന്നതെന്ന് മിഖാലി ചിന്തിക്കുകയാണ്. മിഖാലി ഇനി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ഓർത്തുകൊണ്ട് മിഖാലി എന്ത് ചെയ്തു? ഒരു ഷെഡിന്റെ മൂലയ്ക്കോട്ട് അല്ലെ മാറി അവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴും സ്റ്റിൽ വാം ആണെന്ന് പറയുന്നുണ്ട്. ചൂടായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. The country spread out before him in arid wasteland covered with refuse. Noon rang out somewhere. The sun reminded him that he had eaten nothing since the day before. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളെല്ലാം അവിടെ ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ആളുകളെല്ലാം ആരെയും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു ന്യൂൺ സമയമൊക്കെ എത്തി എന്ന് മിഖാലിക്ക് മനസ്സിലായത്. മിഖാലി അന്നേരം ചിന്തിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ ഒന്നും തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് മിഖാലി ഇവിടെ ചിന്തിക്കുകയാണ്. He would have to go to sneaking about the streets, round cafe terraces, filching some half-eaten roll left on a plate, or else rake about in the garbage for what a dog would not have eaten. Suddenly life seemed to him so full of horrors that he covered his face with his hands and began to sob desperately.
ഇവിടെ മിഖാലി അല്ലെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി ഗാർബേജിലും അല്ലെ എന്താണ് വേസ്റ്റ് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം പോയി അന്വേഷിക്കുകയാണ്. ആരെങ്കിലൊക്കെ പകുതി ഭക്ഷിച്ച എന്താണ് ഫുഡുകളൊക്കെ അവിടെ കാണും അല്ലെ, ഭക്ഷണം അവിടെ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് മിഖാലി അവിടെ എല്ലാം എന്താണ് തിരയുകയാണ്. അത് മാത്രമല്ല, എങ്ങനെ ഒരു പട്ടിക എന്താണ് ഒരു ഡോഗിന് അല്ലെ ഒരു പട്ടിക പോലും വേണ്ടാത്ത ഭക്ഷണം വരെ മിഖാലി അവിടെ തിരയുകയാണെന്ന് കൂടി പറയുന്നുണ്ട്. മിഖാലി അതെല്ലാം ഓർത്തുകൊണ്ട് അല്ലെ വിഷമിച്ച് ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് കരയുകയാണെന്ന് കൂടി ഇവിടെ പറയുകയാണ്. When he raised his head, a man stood before him, gazing down upon him. Mikhali recognized the Chinaman who often came to the camp to sell paper knickknacks and charms which no one ever bought from him anyway. ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അല്ലെ അദ്ദേഹം എന്താണ് തല ഉയർത്തി നോക്കി. അപ്പോൾ ഒരു ചൈനാമാനെ അദ്ദേഹം കാണുകയുണ്ട്, നമ്മുടെ മിഖാലി കാണുകയുണ്ടായി അല്ലെ. ചൈനാമാനെ ഓൾറെഡി മിഖാലിക്ക് പരിചയമുണ്ടായിരുന്നു. ആ ഒരു വില്ലേജിൽ എന്താണ് ആ ഒരു ഏരിയയിൽ എന്താണ് നിക്നാക്സ് എന്ന് പറഞ്ഞ എന്താണ് കുറച്ച് പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ വിൽക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ടേക്ക് വരുമായിരുന്നു. പക്ഷെ ആരും തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ മേടിക്കാറില്ല എന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. Often they mocked him because of his color and his squint eyes. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ചൈനാമാന്റെ കയ്യിൽ നിന്ന് ആരും തന്നെ ഒരു സാധനം മേടിക്കുന്നില്ല അല്ലെ. പക്ഷെ അതിന് പകരമായിട്ട് എന്താണ് ചൈനാമാനെ മിക്കവാറും എന്താണ് എല്ലാ ആളുകളും പറ്റിക്കാറുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കളറും അദ്ദേഹത്തിന്റെ ആ കണ്ണുകളുമാണ്, ആ കോങ്കണ്ണൊക്കെ കാരണമാണ് അദ്ദേഹത്തിനെ എല്ലാ ആളുകളും പറ്റിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. Mikhali saw that he was looking gently down at him and moving his lips as though to speak. Finally the Chinaman said, "You mustn't cry, boy." അപ്പോൾ മിഖാലി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം എന്താണ് മിഖാലിയോട് സംസാരിക്കാനായിട്ട് പുറപ്പെടുകയാണ് അല്ലെ, സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് ആ ചൈനാമൻ ലാസ്റ്റ് മിഖാലിയോട് പറയുകയാണ്, നീ ഒരിക്കലും കരയണ്ട അല്ലെ, നീ കരയേണ്ട ആവശ്യമില്ല എന്ന് മിഖാലിയോട് ചൈനാമൻ പറയുകയാണ്. Then timidly, "Come with me." Mikhali's only answer was to shake his head negatively. He longed to flee. He had heard so many horrors about the cruelty of the Orientals. അപ്പോൾ എന്താണ് മിഖാലി മിഖാലിയോട് പറഞ്ഞു നീ കരയേണ്ട ആവശ്യമില്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു നീ എന്നോടൊപ്പം തന്നെ വരിക അല്ലെ, കം വിത്ത് മീ എന്ന് പറയുന്നുണ്ട് ചൈനാമൻ. അപ്പോൾ മിഖാലി എന്ത് ചെയ്തു? മിഖാലി അവിടെ നെഗറ്റീവായിട്ടാണ് റിപ്ലൈ ചെയ്തത്. മിഖാലി എന്താണ് തലയാട്ടി പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയി അല്ലെ. അതാ പറയുന്നത് he longed to flee. He had heard so many horrors about the cruelty of the Orientals. എന്താണ് ഓറിയന്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്? പീപ്പിൾ ഓഫ് ദ ഈസ്റ്റേൺ കൺട്രീസ് അല്ലെ, ഈസ്റ്റേൺ കൺട്രീസിൽ താമസിക്കുന്ന ആളുകളെയാണ് അവിടെ ഓറിയന്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ക്രൂരതയെ കുറിച്ചൊക്കെ നമ്മുടെ മിഖാലി ഓൾറെഡി അറിഞ്ഞിരുന്നു അല്ലെ. ആ ഒരു പേടി കാരണമാണ് മിഖാലി ചൈനാമാനോട് നെഗറ്റീവായിട്ടൊരു മറുപടി പറഞ്ഞത്, ഞാൻ വരുന്നില്ല എന്നുള്ള ഒരു കാര്യം അവിടെ വ്യക്തമാക്കി പറഞ്ഞത്. Yet the man remained there and did not budge. So being in great distress, Mikhali followed him. അപ്പോൾ എന്താണ് നമ്മുടെ ചൈനാമൻ പതുക്കെ അവിടെ നീങ്ങാൻ തുടങ്ങിയ സമയത്ത് തന്നെ മിഖാലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മിഖാലി ഓൾറെഡി എന്താണ് വിശന്ന് വലഞ്ഞു നിൽക്കുകയാണ്, കുഞ്ഞിന്റെ കാര്യമൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. മിഖാലി ലാസ്റ്റ് എന്താണ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ പോകാം എന്ന് തീരുമാനം എടുക്കുകയാണ്. What more awful thing could happen to him? As they walked along, he stumbled weakly and almost fell with the child. The Chinaman came to him and taking the baby in his arms, tenderly pressed it to him. അപ്പോൾ നമ്മുടെ മിഖാലി ചിന്തിച്ചു ഇതിൽ കൂടുതൽ എനിക്ക് എന്താണ് ഒന്നും തന്നെ സംഭവിക്കാനില്ല, മാക്സിമം എന്റെ ദുരിതം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് മിഖാലി ചിന്തിക്കുകയാണ്. അതുകൊണ്ട് മിഖാലി എന്ത് ചെയ്തു? ചൈനാമനോടൊപ്പം തന്നെ പോകാനായിട്ട് തുടങ്ങി. അദ്ദേഹം എന്താണ് വളരെയധികം ക്ഷീണിതനാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നടക്കുന്നതിനിടയ്ക്ക് മിഖാലി തട്ടി വീഴുകയാണ് അല്ലെ. അപ്പോൾ ചൈനാമൻ ആ കുഞ്ഞിനെ വാരി എടുത്തിട്ട് മിഖാലി അവിടെ നിന്ന് ഉയർത്തി എന്താണ് നമ്മുടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മിഖാലിയെ അവിടെ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നടന്ന് ഫ്രണ്ടിലോട്ട് നീങ്ങുകയാണെന്ന് പറഞ്ഞു. They crossed several empty lots and then the man took a little lane that led them to a sort of wooden cabin surrounded by a very small garden. ഇവിടെ പറയുന്നുണ്ടായിരുന്നു എന്താണ് അദ്ദേഹം ഒരുപാട് വഴി കൂടെ നടന്നിട്ടല്ലേ അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുക, നമ്മുടെ ചൈനാമന്റെ വീട്ടിലെത്തുകയാണ് ചെയ്തതെന്ന് ഇവിടെ പറയുന്നുണ്ട്. He stopped before the door and clapped his hands twice. A few light steps inside, a tiny person came to open the door. അപ്പോൾ അദ്ദേഹം എന്താണ് ആ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് അല്ലെ ഡോറിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് 2 തവണ അദ്ദേഹം കൈ ക്ലാപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് അകത്തു നിന്ന് എന്താണ് കാല് നടക്കുന്ന സൗണ്ട് അവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു പേഴ്സൺ വന്നിട്ട് എന്താണ് ആ ഡോർ തുറക്കുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്.
Seeing the men, her face reddened and then a happy smile lit it up. She made a brief courtesy to them. As NIKHIL remained there, hastily rooted to the threshold, the Chinaman said to him, "Come in, then do not be afraid. This is my wife." അപ്പോൾ വന്നത് നമ്മുടെ ചൈനാമന്റെ വൈഫാണ് അല്ലെ. അവിടേക്ക് കയറി വന്നു. അവരുടെ മുഖം എന്താണ്, ചുമന്നിരിക്കുകയാണ്. ആ ഒരു ചുമന്ന മുഖത്തോടുകൂടി എന്താണ് അവരെ ഒരു പുഞ്ചിരി അവിടെ നൽകി. നമ്മുടെ ചൈനാമന്റെ മുഖത്ത് നോക്കി ഒരു സന്തോഷം അവിടെ പ്രകടിപ്പിക്കുകയാണ് അല്ലെ. She made a brief courtesy to them. As NIKHIL remained there, hastily rooted to the threshold, the Chinaman said to him, "Come in, then do not be afraid. This is my wife." അപ്പോൾ എന്താണ് അവർ മര്യാദപൂർവ്വം അല്ലെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ചൈനാമൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ, ഇതിന്റെ ഭാര്യ തന്നെയാണെന്ന് നമ്മുടെ ചൈനാമൻ മിഖാലിയോട് പറയുകയാണ് അവിടെ. Mikhali went into the room, rather large it seemed, separated in the middle by a colored paper screen. It was also clean and neat, though very poor looking. In the corner he noticed a wicker cradle. മിഖാലി ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, വലിയ റൂമൊന്നുമല്ല, ചെറിയ റൂമാണ്, രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. വിത്ത് പേപ്പർ സ്ക്രീൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മിഖാലി നോക്കിയപ്പോൾ ആ ഒരു വലിയ ആഡംബര ജീവിതമൊന്നുമല്ല, ചെറിയ ഒരു ജീവിതമാണ് അവർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മിഖാലി നോക്കിയപ്പോൾ ആ റൂമിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ക്രാഡിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്, ഒരു ചെറിയ തൊട്ടിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കെയിൻ കൊണ്ടുണ്ടാക്കിയ, ചൂരലിനെ ഉണ്ടാക്കിയ ഒരു തൊട്ടിൽ അവിടെ ഉണ്ട് എന്ന് കൂടി മിഖാലി അവിടെ കണ്ടെത്തി. "That is my baby," said the young woman, cocking her head graciously to one side and smiling at him. "He is very tiny and very beautiful. Come and see." അപ്പോൾ മിഖാലിയോട് പറഞ്ഞു, അതെന്റെ കുഞ്ഞാണ് അല്ലെ എന്ന് സന്തോഷപൂർവ്വം അവർ പറയുകയാണ്. അവ മുഖത്ത് വളരെയധികം സന്തോഷപൂർവ്വം മിഖാലിയോട് പറഞ്ഞു, അതെന്റെ കുഞ്ഞാണ്, വളരെയധികം മനോഹരമായിട്ടുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞു, സുന്ദരനായിട്ടുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ അവിടെ വന്ന് കാണാം എന്ന് കൂടി മിഖാലിയോട് ആ സ്ത്രീ പറയുകയാണ്. Mikhali went up closer and silently admired it. A chubby baby, but lately out of the darkness of the maternal body, slept peacefully covered with a gold brocade cloth like a little king. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, മിഖാലി വളരെ സന്തോഷമായി മിഖാലി ആ കുഞ്ഞിനെ ചെന്ന് നോക്കി. എന്താണ്, ചെല്ലയൊക്കെ ചാടി നല്ലൊരു കുഞ്ഞ്, നല്ല എന്താണ് അതിസുന്ദരനായ ഒരു കുഞ്ഞാണെന്ന് മിഖാലിക്ക് അവിടെ മനസ്സിലായി. എന്താണ്, അവൻ പാലൊക്കെ കുടിച്ചിട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. അവന്റെ വസ്ത്രധാരണയെ പറ്റി പറയുന്നുണ്ട്. എന്താണ്, കസവ് കൊണ്ട് നയിച്ച അല്ലെ, കസവ് കൊണ്ട് തുന്നിയ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഡ്രസ്സിനകത്ത് മൊത്തം അലങ്കാരങ്ങൾ, എന്താണ് മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് കൂടി അവിടെ പറയുന്നുണ്ട്. Then the husband called his wife over. He told her to sit on a straw mat. Without a word, he sat down on her lap. The little famished one, bowing deeply before her, the woman leaned over with astonishment and drew back the covering in which the child was wrapped. അങ്ങനെ എന്താണ് അദ്ദേഹം പറഞ്ഞു, എന്താണ് നമ്മുടെ ചൈനാമൻ ആ വൈഫിനെ വിളിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരികയാണ് അല്ലെ, നീ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. അതാ പറയുന്നത്. Then the husband called his wife over. അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക അല്ലെ, ആ സ്ട്രോമാറ്റിൽ ഇരിക്കൂ. ഒരു മടിയും കൂടാതെ അവരവിടെ ഇരുന്നു. ആ കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുന്ന ആ തുണിയിൽ നിന്ന് കുഞ്ഞിനെ മോചിപ്പിച്ച് വെളിയിലേക്ക് എടുക്കുകയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. The woman leaned over with the astonishment and drew back the covering in which the child was wrapped. It appeared to her in all its skeletonic horror. She gave a cry of immense pity, then pressed the baby to her heart, giving it the breast. Then with a gesture of modesty, she brought forward a flap of her robe over the milk-swollen breast and the poor glutinous infant suckling there. ഇവിടെ നമ്മുടെ ചൈനാമന്റെ വൈഫ് ആ കുട്ടിയെ പുറത്തേക്ക് എടുത്തു അല്ലെ, ആ തുണിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ ചൈനാമന്റെ വൈഫ് കണ്ട് അത് പേടിക്കുകയാണ്. അവർക്ക് എന്താണ് ഒരു ദയ ആ കുട്ടിയോട് തോന്നി അല്ലെ. അവര് എന്ത് ചെയ്തു, ആ കുട്ടിയെ കണ്ടപ്പോൾ ഒരു പേടി തോന്നി. കാരണം എന്താണ്, മൊത്തവും എന്താണ് എല്ലും തോലുമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ചല്ലേ, ആ കുട്ടിയെ എടുത്ത് എന്താണ് മുലയൂട്ടുക ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Then press the baby to her heart, giving it the breast. എന്താണ് മുലയൂട്ടുന്ന കഥ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. Then with a gesture of modesty, she brought forward a flap of her robe over the milk-swollen breast and the poor glutinous infant suckling there. എന്താണ് ആ ഒരു കൈയൊക്കെ വെച്ചുകൊണ്ട് അല്ലെ, എന്താണ് മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ കുഞ്ഞിനെ അവിടെ മുലയൂട്ടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മെറ്റേണിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.